ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ ടിപ്സ് ആൻഡ് ട്രിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എഗ് മക്രോണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ നല്ല ടേസ്റ്റി ആയ ഒരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പുറത്തയക്കാനൊക്കെ പറ്റുന്ന വളരെ നല്ലൊരു ഡിഷാണിത്. ഇത് ഉണ്ടാക്കുന്ന രീതി നമുക്ക് ഒന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മക്രോണി. ഇവിടെ ഞാൻ 3 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. പച്ചമുളക് 3 എണ്ണം, സബോള വലുത് 3 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത്, കുരുമുളക്, അല്പം വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ 4 മുട്ട. ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുത്ത് അതിന്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതും അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വഴറ്റിയെടുക്കണം. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എടുത്ത് ആഡ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി സബോളയും പച്ചമുളകൊക്കെ നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഓരോന്ന് പൊട്ടിച്ച് ആഡ് ചെയ്യുക. ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. സവോളയും പച്ചമുളകും ഈ എഗ്ഗൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോ കറക്റ്റ് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കുക. ഇത് വേവിച്ച കുറച്ച് നേരം വെച്ച് കാരണം ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, മിക്സ് ചെയ്ത് വരുമ്പോൾ ശരിയാവും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ എഗ് മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഇൻഫോ ടിപ്സ് ആൻഡ് ട്രിക്സ് വരുന്നതും ബൈ.